ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെ ലവ് ഫാമിലി. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ എടുക്കുമ്പോൾ അതിന് ക്ലിയർ ഇല്ല, ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഫോട്ടോ എടുക്കാൻ തന്നെ മടിയായിരിക്കും. എനിക്ക് അതുപോലായിരുന്നു. ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ക്ലിയറേ ഇല്ല, ഒരു ക്ലാരിറ്റി പോലും ഇല്ല. അപ്പോൾ എനിക്ക് പിന്നെ ഫോട്ടോ എടുക്കാൻ തന്നെ മടിയാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഒരു അമേസിങ്, ഒരു സൂപ്പർ ഒരു ആപ്ലിക്കേഷനാണ്. അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴേ നമുക്കറിയത്തുള്ളൂ അത് എത്ര നല്ല ഒരു ആപ്ലിക്കേഷനാണെന്ന്. ഈ ഫോട്ടോ തന്നെ നിങ്ങൾ നോക്കി, ഈ രണ്ട് ഫോട്ടോസ് തമ്മിൽ നല്ല ഡിഫറൻസ് അല്ലേ? രണ്ടാമത്തെ ഫോട്ടോസ് നല്ല ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് റെമിനി ഫോട്ടോ എൻഹാൻസർ. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, എങ്ങനെ ഓപ്പൺ ചെയ്യണം, എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നമുക്ക് കണ്ടാലോ. ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ആപ്ലിക്കേഷൻ നെയിം റെമിനി ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് കുറച്ച് പെർമിഷൻ അലോ ചെയ്യാനും ഗൂഗിൾ സൈൻ ചെയ്യാനും കാണിക്കും. ഇത് രണ്ടും അലോ ചെയ്തതിന് ശേഷം കുറച്ച് ആഡ്സ് വരും. അതാണെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഗ്യാലറിയിലുള്ള ഫോട്ടോസ് കാണാൻ പറ്റും. അതിൽ നമുക്ക് ഏത് ഫോട്ടോസാണ് ക്ലാരിറ്റി കിട്ടേണ്ടത് അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് എൻഹാൻസ് എന്ന് കാണിക്കുന്ന അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. അതിലെ ആ ലൈൻ കണ്ടില്ലേ, അത് നമുക്ക് റൈറ്റിലേക്ക് പോകുമ്പോൾ പഴയ ഫോട്ടോയും ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് പുതിയ ഫോട്ടോയും കാണാം. എന്ത് ക്ലിയർ ആയിട്ടാണ് നമുക്ക് ഈ ഫോട്ടോസ് കാണാൻ പറ്റുന്നത്. നല്ല ക്ലിയർ അല്ലേ? ഇനി ഈ ഫോട്ടോ നമുക്ക് സേവ് ചെയ്ത് ഗ്യാലറിയിൽ എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ആക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആരോ ക്ലിക്ക് ചെയ്ത് സേവ് കൊടുക്കുക. ആഡ്സ് സ്കിപ്പ് ചെയ്യുക. സേവ് ഇൻ ഗ്യാലറി ഡൺ കൊടുക്കുമ്പോൾ എഡിറ്റ് ഇമേജ് ഗ്യാലറി കാണാം. ഇന്ന് പരിചയപ്പെട്ട ആപ്ലിക്കേഷൻ സൂപ്പർ അല്ലേ? ഇനി നമുക്ക് മടി കൂടാതെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാം. ആരും സഹായമില്ലാതെ നമുക്ക് തന്നെ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാം. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോ ഇടുന്നത് വരെ ബൈ.